ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണം കുതിപ്പ് തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഇന്ന് പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും പണപ്പെരുപ്പ ആശങ്കകളും കാരണം സ്വർണ്ണവില 15% ഇടിഞ്ഞു. പക്ഷേ സ്വർണത്തിന്റെ ഇടിവ് ഹ്രസ്വകാലത്തേക്ക് മാത്രമാണെന്നാണ് കണക്കുകൂട്ടൽ. അതായത് വൈകാതെ തന്നെ കേരളത്തിൽ 22 കാരറ്റ് ഒരു പവന് വില 1.5 ലക്ഷം കടക്കും. സ്വർണ്ണവിലയിൽ ശരിക്കും പറഞ്ഞാൽ പല വിധത്തിലുള്ള ട്രെൻഡാണ്. ഒരു ദിവസം കുറയുകയാണെങ്കിൽ പിന്നെയുള്ള 3 ദിവസം വളരെയധികം ഉയരും. എന്നാൽ ഒരു ദിവസം 1-2 വട്ടം കുറയുന്നതും 1-2 വട്ടം കൂടുന്നതും 1-2 വട്ടം കൂടിയും കുറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. എന്നാൽ സ്വർണ്ണവില ഇടയ്ക്ക് കൂടുന്നത് ചില ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. എന്നാൽ കുറയുന്നത് അത്രയധികം സന്തോഷിക്കേണ്ട എന്ന് വിദഗ്ധർ പറയുന്നു. അതായത് സ്വർണ്ണവില ഇടിയാനുള്ള സാധ്യതയുണ്ടെന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ പറയുമ്പോൾ സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപ പദവി നഷ്ടമാകില്ലെന്നും ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണം കുതിപ്പ് തുടരുമെന്നാണ് മറ്റു ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് സ്വർണത്തിന്റെ ദീർഘകാല മുന്നേറ്റം ഇനിയും ആവർത്തിക്കും. കുറഞ്ഞ പലിശ നിരക്ക്, കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ, ഭൗമരാഷ്ട്രീയമായ സാഹചര്യങ്ങൾ എന്നിവയാണ് ശരിക്കും പറഞ്ഞാൽ 2025 സ്വർണ്ണക്കുതിപ്പിന് കാരണമായ ഘടകങ്ങൾ. എന്നാൽ ഈ സാഹചര്യങ്ങൾ തുടർന്നും സ്വർണ്ണവില ഉയർത്തുമെന്ന് തന്നെയാണ് പ്രവചനം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും പണപ്പെരുപ്പ ആശങ്കകളും കാരണം നിലവിലെ 15% ഇടിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഒരു ഔൺസിന് ഏകദേശം $4,500 വ്യാപാരം. ജനുവരിയിലെ റെക്കോർഡ് നിലവാരമായ 5,600 നിന്ന് 5-1 കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. എന്തായാലും സ്വർണത്തിന്റെ ഇടിവ് ഹ്രസ്വകാലത്തേക്ക് മാത്രമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വർഷാവസാനത്തോടെ പണപ്പെരുപ്പ സമ്മർദ്ദം കുറയുമെന്നും അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നവർക്ക് ഇതൊരു തന്ത്രപരമായ അവസരമാണ് നൽകുന്നതെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. 6,100 മുതൽ $6,300 വരെ വില ഉയരുമെന്നാണ് പ്രവചനം. ഇത് നിലവിൽ നിലവാരത്തിൽ 35% മുതൽ 40% രേഖപ്പെടുത്തുന്നത്. നേരത്തെ 4,500, 4,700 എന്നിങ്ങനെയായിരുന്നു ഡോളർ പ്രവചനം. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഉയർന്നാൽ സ്വാഭാവികമായും കേരളത്തിലെ വില പ്രതിഫലിക്കും. സ്വർണ്ണവില ഇപ്പോൾ കുറയുന്ന ട്രെൻഡ് ഏതാനും ദിവസങ്ങളായി കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ വില 1 ലക്ഷത്തിന് താഴേക്ക് പോകുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും. അതിന് വിപരീതമായി സ്വർണ്ണവില 2 ലക്ഷത്തിന് മുകളിലേക്ക് എത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. സ്വർണ്ണവില കൂടുന്ന ട്രെൻഡ് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഇടയ്ക്കുണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ കാരണം നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അത് തിരിച്ച് അതേപോലെ തന്നെ കയറാനുള്ള സാധ്യതകളാണ് കൂടുതലും ഉള്ളത്. സ്വർണം വാങ്ങാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ഇപ്പോഴെന്ന് വിദഗ്ധർ പറയുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് വില വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വലിയൊരു മാറ്റം എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമാണ് ഇനി സ്വർണ്ണവില വൻ താഴ്ചയിലേക്ക് എത്തുകയുള്ളൂ. കൂടാതെ ഇത്ര കുറവ് രേഖപ്പെടുത്തിയാലും 1 ലക്ഷത്തിന് താഴേക്ക് സ്വർണ്ണവില പോകില്ല എന്ന ട്രെൻഡ് നിലനിൽക്കുകയാണ്. സ്വർണം വാങ്ങാനായി ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ലഭിക്കുന്ന വിലക്കുറവിന്റെ ആനുകൂല്യങ്ങൾ മുതലാക്കി സ്വർണം വാങ്ങുന്നതാണ് ഉചിതം. സ്വർണം വിൽക്കാനുള്ളവരുടെ കാര്യത്തിൽ അത്യാവശ്യത്തിനുള്ള ആളുകൾ മാത്രം വിൽക്കുക. അല്ലാത്തവർ കാത്തിരുന്നാൽ സ്വർണ്ണവില ഇനിയും കുത്തനെ കൂടി നല്ലൊരു ലാഭം നിങ്ങളുടെ കൈകളിൽ എത്തുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാലും സ്വർണ്ണവില കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ജ്വല്ലറികളിലേക്ക് എത്തുന്നില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പല ജ്വല്ലറികളിലും പകുതിയിൽ താഴെ ബിസിനസ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പല ജ്വല്ലറികളും ശൂന്യമായിട്ടാണ് കാണപ്പെടുന്നത്. സ്വർണ്ണവില ഈ വർഷം അവസാനമാകുമ്പോഴേക്കും 1.5 ലക്ഷത്തിന് മുകളിലെത്തി അത് 2 ലക്ഷത്തിലേക്ക് കുതിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത മാസം വരെ ഏറിയും കുറഞ്ഞും ഇരിക്കുന്ന സ്വർണ്ണവില ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ വലിയൊരു കുതിപ്പാണ് രേഖപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.